ഗൈസ് തൃശ്ശൂർ വന്നിട്ട് എവിടെ പോകണം എന്ന് ആലോചിച്ച് ലാസ്റ്റ് പീച്ചി ഡാമിൽ പോകുന്ന അങ്ങ് തീരുമാനിച്ചിട്ടോ. പോകുന്ന വഴിയൊക്കെ കാണാനിട്ട് അടിപൊളിയായിരുന്നു. ഇവിടെ നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നേനെ. പക്ഷെ നമ്മുടെ കയ്യിൽ സമയമില്ലാത്തതുകൊണ്ട് കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് ഒരു വീഡിയോ അങ്ങ് എടുത്തിട്ടോ. പീച്ചി ഡാമിൽ വന്ന് ഇറങ്ങിയതും കുറച്ചിങ്ങ് നടന്ന് വന്നപ്പോഴേക്കും നമ്മൾ കൊട്ടവഞ്ചിയുടെ ബോർഡൊക്കെ കണ്ടിട്ടോ. അത് കണ്ടതും എനിക്കും ആർച്ചയ്ക്കും അത് കയറണം എന്നുള്ള ആഗ്രഹം അങ്ങ് വന്നു. പിന്നെ ആദ്യം നമുക്ക് ഡാം പോയി കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ ഷട്ടറൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങ് കുറച്ചങ്ങ് എത്തിയതും അവിടെ കൊട്ടവഞ്ചിയിലെ ആൾക്കാർ പോകുന്നതൊക്കെ കണ്ടിട്ടോ. പിന്നെ എന്തായാലും അത് കയറണം എന്നുള്ള ആഗ്രഹം അങ്ങ് വന്നു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ട് ഡാം കാണുന്നത്. ഇതിന് മുന്നേ ഡാമൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഷട്ടർ ഓപ്പൺ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. അതിൻ്റെ ഉള്ളിൽ ചാടിയാൽ കൊള്ളാമെന്ന് വരെ എനിക്ക് തോന്നിപ്പോയായിരുന്നു. നമ്മൾ വീട്ടിലോട്ടൊക്കെ ഫോൺ ചെയ്ത് കാണിച്ചു കൊടുത്തായിരുന്നു കേട്ടോ ഈ ഷട്ടർ ഓപ്പൺ ചെയ്തേക്കുന്നതൊക്കെ. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതിൻ്റെ സൈഡിൽ തന്നെ പാർക്ക് പോലെ നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് ചുറ്റും ഒന്ന് നടന്നൊക്കെ കാണാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയി. പിന്നെ ദൂരെ നിന്നിട്ട് ഒരു വീഡിയോയും കൂടി എടുത്തു കേട്ടോ. അത് കിട്ടില്ലനായിരുന്നു കാണാനായിട്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഫോണിൽ കൂടി അതിൻ്റെ ഭംഗി മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ കൊട്ടവഞ്ചിയിൽ കയറണമെങ്കിൽ കുറച്ചധികം മുകളിലേക്ക് പോകണം. അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി വേണം പോകാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ അവിടെയൊക്കെ നടന്നിങ്ങനെ കാണാമായിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സ്പോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇവിടെ. ആദ്യം കുറച്ച് കയറ്റമൊക്കെ കയറി സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കാട് പോലത്തെ ഇങ്ങനെ കാട് പോലത്തെ ഒരു വഴിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി വേണം ഈ കൊട്ടവഞ്ചിയുടെ അങ്ങോട്ടേക്ക് പോകാനായിട്ട്. നമ്മൾ കറക്റ്റ് ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയതും അവർ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ ബോർഡ് അവിടെ തൂക്കിയിട്ടോ. ഐശ്വര്യമുള്ളവർ എത്തിയത് കൊണ്ടായിരിക്കണം. ഞങ്ങൾ അതിൻ്റെ ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഒന്ന് ജസ്റ്റ് കയറ്റുമെന്നൊക്കെ. പക്ഷെ അവർ പറഞ്ഞു നാളെ വരാനായിട്ട്. പിന്നെ ഞങ്ങളടുത്ത് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് കയറി അവിടെ നിന്ന് കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ 3 കൊട്ട ഓൾറെഡി അവർ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൊട്ടവഞ്ചിയിൽ ആൾക്കാരെ കയറ്റി അവിടെ കറക്കിയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കയറാൻ പറ്റാത്തതിൻ്റെ സങ്കടം എനിക്ക് ആർഷയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അധികം നേരം അവിടെ നിന്നില്ല. അവിടെ നിന്ന് നേരെ തിരിച്ച് തന്നെ വഴിക്ക് വള്ളിയൊക്കെ കണ്ടപ്പോൾ അതിലൊക്കെ തൂങ്ങിപ്പിടിച്ച് നടക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ. അത് കഴിഞ്ഞ് അവിടെ വന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിരുന്നപ്പോൾ പറഞ്ഞു ഡാമിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുന്ന ഒരു സ്പോട്ട് ഉണ്ടെന്ന്. അതും സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ ചെല്ലണം, എന്നാലും കുഴപ്പമില്ലെന്നും പറഞ്ഞ് സ്റ്റെപ്പൊക്കെ കയറി മുകളിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കിടിലം വ്യൂ നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ തന്നെ നിന്നു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പതിയെ താഴത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ പോകാൻ നേരത്തെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു.